കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തില് നന്ദുവിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗോവിന്ദൻ. പിന്നീട് പറഞ്ഞു, മോള് കല്യാണത്തിന് വരായിരുന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വിഷമാവൂലേ. അത് മാത്രമല്ല, എല്ലാവരും അവിടെ അത് ചർച്ചാ വിഷയം ആക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ല. മോള് കല്യാണത്തിൽ പങ്കെടുക്കണം. അനിയുടെ മോളുടെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയാം. നന്ദുവിനെ ഉപദേശിക്കുക. ഈ സമയം നന്ദു പറഞ്ഞു, എനിക്ക് അതൊന്നും ഓർത്ത് ഒരു വിഷമമില്ല അച്ഛാ. എനിക്ക് നയനേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ വിഷമം എന്നറിയാം. ഗോവിന്ദൻ ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് പിന്നെ ഞാന് നയനേച്ചിക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. മോള് അനി അങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി. വേറെ ഒരു പ്രശ്നം അവൾക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയിപ്പം അവളുടെ ചേച്ചിക്ക് അവിടെ നിൽക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നോട്ടെ. കല്യാണം കഴിച്ച് വിട്ടെന്നോർത്തോണ്ട് നമുക്ക് അവരൊരു ഭാരം ആവുന്നില്ല ഒരിക്കലും. മോള് ധൈര്യമായിട്ടിരിക്കുക. ഇനിയിപ്പൊ അനിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും വേണ്ടെന്ന് പറയാണ്. ശരി അച്ഛാന്ന് പറഞ്ഞ് നന്ദു ഇരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ദൈവമേ, അവൾ ഇതുവരെയായിട്ടും പോയിട്ട് വന്നിട്ടില്ലല്ലോ. ഇനിയിപ്പോ വീട്ടിലേക്ക് പോയി കാണുമോ? വീട്ടിലേക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നാ പറഞ്ഞേ. എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് നയന വരുന്നേ. നയനയെ കണ്ടത് ആദർശന് സന്തോഷമായി. എന്റെ വിഘ്നേശ്വര, നീ അവളെ തിരികെ ഇങ്ങോട്ട് എത്തിച്ചു. ഇപ്പോഴെനിക്ക് ശരിക്കും പറഞ്ഞൊരു സമാധാനമായത്. ഇല്ലെങ്കിൽ ഞാൻ ആകപ്പാടെ പെട്ടുപോയാനും. അവള് വീട്ടിലേക്ക് എങ്ങാനും പോയായിരുന്നെങ്കിലോ? താൻ ഇവിടെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചിന്ത ആദർശിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ സമയം നയന അങ്ങോട്ട് വന്നിട്ട് അതിലൂടെ അങ്ങ് പോവാണ്. ആദർശിന് മൈൻഡ് ചെയ്തേയില്ല. നേരെ ചെന്നത് കനികയുടെ അടുത്തേക്കാ. കനികയുടെ അടുത്ത് നിന്നപ്പോ കനി ചോദിച്ചു, എന്തായി മോളെ? നന്ദുവിനെ കണ്ട് സംസാരിച്ചോ എന്ന് ചോദിക്കും. സംസാരിച്ചു. ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വിധത്തിലൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അനാമയനെ കണ്ടായിരുന്നു. അനാമയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നന്ദു അനിയും തമ്മില് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊരു ബന്ധമില്ലെന്ന്. അല്ല മോളെ, അതൊക്കെ അനാമയെ വിശ്വസിച്ചോ? വിശ്വസിക്കാൻ പാകത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഇനി ഒരു കാരണവശാലും അനിയും നന്ദുവും തമ്മിൽ കാണാൻ പാടില്ല. നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവനെയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇനി അനാമികയായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ. എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് മോളെ, എന്തായി തീരുമെന്ന്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അമ്മ ടെൻഷൻ അടിക്കണ്ട. പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നന്ദു എന്നെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനാ നീക്കെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇനി ഇങ്ങനെ ഒരു ചേച്ചി ഉണ്ടാവില്ലെന്ന് പറയാം. അല്ല മോളെ, ഞാൻ എൻ്റെ ചേച്ചിയുടെ കാര്യം തന്നെ അറിയാലോ. ചേച്ചി ഇപ്പോഴും പല കള്ളത്തരങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ ഞാൻ ചേച്ചിനെ ഉപദേശിച്ചിട്ടുണ്ട്, നേരെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നന്ദു അതുപോലെയല്ല. നന്ദു ഞാൻ പറഞ്ഞ സാധാരണഗതി നന്ദു അനുസരിക്കുന്ന. അതുകൊണ്ട് നന്ദു വേറൊരു കുഴപ്പത്തിനും പോയില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാരണവശാലും എൻ്റെ വാക്കുകളെ ധിക്കരിച്ച് അവള് പോകാൻ വഴിയില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവളെ പിന്നീട് ഞാൻ ഒരിക്കലും അനീതിയായിട്ട് അംഗീകരിക്കില്ലെന്ന് പറയാം എന്നും പറഞ്ഞ് നാനി അങ്ങോട്ട് കയറിപ്പോവാ. ഈ സമയത്ത് കനികയുടെ ഉള്ളിൽ ദൈവം ടെൻഷനായിരുന്നു. നന്ദുവിന് വേറെ ചിന്തകളും മനസ്സിലുണ്ടാവരുത്. അനിയും നന്ദുവും തമ്മിൽ അകലണേ. ഒരിക്കലും അവർ തമ്മിൽ അടുക്കാൻ ഇടവരില്ല. അത് അനിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നും അല്ല. പക്ഷേങ്കിൽ ഈ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ. പിന്നീട് ആദർശം മുറിയിലിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ട് കയറി വരുന്നേ. നയനെ കണ്ട് ആദർശം മനസ്സിലോർത്ത് ഇവളോട് ചോദിക്കണോ എങ്ങോട്ട് പോയതാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടണോ? ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവള് വീട് വിട്ട് പോയാലോ? പിന്നെയും താൻ തന്നെ പുറകെ ചെല്ലേണ്ട വരും. അതിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എന്താ കാണിച്ചു കൊടുത്ത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇവൾക്ക് ഈയിടെയായിട്ട് ഇത്തിരി അഹങ്കാരം കൂടുതലുണ്ട്. അതുകൊണ്ട് വേണ്ട, താനായിട്ടൊരു പ്രശ്നത്തിന് പോകണ്ട. പക്ഷെ എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ നയനെ അടുത്തേക്ക് വന്നപ്പോ ആദർശ് ചോദിച്ചു, നീ ഇത് എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. ഞാൻ പുറത്തു വരെ പോയതാ. ഓഹോ, തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനും സത്രമാണോന്ന് ചോദിക്കാം. ആദർശേട്ടാ, ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയതാന്ന് പറയാ. അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ നന്ദുവിനെ കാണാൻ പോയതാന്ന് പറഞ്ഞാൽ 100 കോടി ചോദ്യങ്ങൾ വരും. എന്തിനാ, ഏതാ, പിന്നെ അത് വല്ലാത്ത പ്രശ്നമാവും. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് നിന്റെ നെറ്റിയിലെ ചന്ദനക്കുറി ഒന്നും കാണുന്നില്ലോ. ഓ, ക്ഷേത്രത്തിലേക്ക് പോയ ഉടനെ നെറ്റിയെ കുറി കാണുന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. കുറി തൊടാനായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ തൊട്ടില്ല എന്ന് പറയും. അങ്ങനെ അല്ല, നീ ഇപ്പൊ എന്താ പെട്ടെന്ന് അമ്പലത്തിൽ പോകാനായിട്ട്? പെട്ടെന്ന് അമ്പലത്തിൽ പോയതെന്ന് വെച്ചാൽ എനിക്ക് മാനസിക കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ മുന്നിൽ നിന്ന് ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാന്ന് കരുതി പോയതാ. ആദർശനോട് പറഞ്ഞാൽ ആദർശൻ എന്നെ കൊണ്ടുപോകത്തൊന്നുമില്ലല്ലോ, അല്ലെങ്കിലും പുറത്തു പോലും കൊണ്ടുപോകത്തില്ല. പിന്നെ അതുകൊണ്ട് ആദർശനോട് ഞാൻ പറയായിരുന്നേ, എനിക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകണമെന്നൊന്നും പോണ്ടേ. പിന്നെ ആര് സഹായത്തിനൊപ്പം ഇല്ലാത്തപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വയം പര്യാപ്തം നേടി നമ്മളങ്ങോട്ട് പോകും എന്ന് പറയാം. ആദർശന് കേട്ട് പറഞ്ഞു, ഓ അപ്പൊ അതാണോ കുഴപ്പം? നിന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുപോകാന്ന് പറയണോ? ഓ,
വേണ്ട വേണ്ട, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമായിരിക്കും എന്നെ പുറത്തു കൊണ്ടുപോകുന്നല്ലേന്ന് ചോദിക്കാം. അതെ, മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമൊന്നുമല്ല ഞാനാ നിന്നെ പുറത്തു കൊണ്ടുപോകുന്ന പറയാം. വേണ്ട, ഇനിയിപ്പൊ പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അത് മതി, ഇനിയിപ്പൊ അമ്മ അടുത്ത പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. ഓഹോ, അപ്പം അമ്മേനെ നോക്കിയിട്ടല്ല നീ ജീവിക്കുന്നല്ലേ? ഞാനല്ലോ ആദർശാണല്ലേ അങ്ങനെ ജീവിക്കുന്നേ. അതാ അങ്ങനെ പറഞ്ഞേ? അല്ല, അമ്മ പറഞ്ഞില്ലെങ്കിൽ ആദർശാണൊന്നും ചെയ്യത്തില്ലോ. അമ്മേനെ നോക്കിയിട്ട് എപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവോ? ഒരു കാര്യം ചെയ്യാം, അമ്മ ഉറങ്ങി കഴിയുമ്പോൾ 9 മണി കഴിയുമ്പോൾ പോവാന്ന് പറയാ. അതാ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞേ? അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ പേടിയാണോ ആദർശേട്ടൻ ഇപ്പോഴെന്ന് ചോദിക്കാം. അതല്ല, നമ്മൾ പോകാൻ ഇറങ്ങുമ്പോൾ ചുമ്മാ എന്തിനാ അതും ഇതും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാന്ന് പറയാ. പിന്നീട് ആദർശം എന്തുവാണ്, പോയി അലമാരി തുറക്കണം, അലമാരിക്കകത്തുനിന്ന് സാരി എടുത്തോണ്ട് വന്നു. എന്നിട്ട് നയനക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ സാരി ഉടുത്തോണ്ട് വേണം വൈകുന്നേരം പുറത്തു വരാന്ന് പറയാ. ഇത് കേട്ട നയന ചോദിച്ചു, അതെ ഈ സാരി എവിടുന്ന്, ഇത് പുതിയ സാരിയാണെന്ന് നോക്കി. അതെ, നിനക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്താന്ന് പറയണേ. എനിക്ക് വേണ്ടിയോ? അതെ, ഇന്ന് ഓഫീസിൽ സാരിയും കൊണ്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ നിന്നും പവിത്രയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നേന്ന് പറയാം. ഓഹോ, അപ്പൊ പവിത്രയാണല്ലോ എടുത്തു തന്നെ, എന്നെങ്കിൽ വേണ്ട, പവിത്ര സെലക്ട് ചെയ്ത സാധനമൊന്നും എനിക്ക് വേണ്ടാന്ന് പറയണം. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അല്ല പവിത്ര എടുത്തെങ്കിലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ, അതുകൊണ്ടാന്ന് പറയും. അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് കാര്യങ്ങള്. ശരി, വൈകുന്നേരം പുറത്തു പോകുമ്പോ എന്നാ ഇത് ഉടുക്കാന്ന് പറയണം. എന്നിട്ട് നയനെ അതും കൂടെ അലമാരിക്കകത്തേക്ക് കൊണ്ടേ വെക്കുക. അങ്ങനെ എന്നാ എനിക്ക് മനസ്സിലായി ആദർശ് തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ സാരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് തന്നത്. പിന്നീട് നയന താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞ് പഴയ പോലെ ഒന്നും അല്ല കമ്പനിയിൽ, ഇപ്പൊ ആദർശം ജയനും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്തിനും ഏതിനും നയനമോള് സഹായത്തിനുണ്ടല്ലോ, ഡിസൈൻ വരച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിലും. ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് നയനമോൾ നമ്മുടെ കമ്പനിയുടെ മെയിൻ ഡിസൈനർ അങ്ങനെ ആക്കിയാലോ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് വസന്ത എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശരിയാ, അതെ മോൾക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ട് മോളെ ഡിസൈനർ ആക്കുവാണെങ്കിൽ കമ്പനിക്ക് ഓരോ ദിവസം നല്ല ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനെ അവരുടെ അടുത്തേക്ക് എത്തി. പെട്ടെന്ന് മൂർത്തി മുത്തശ്ശൻ ചോദിച്ചു, നയനമോൾ എങ്ങോട്ട് പോയതായിരുന്നു ചോദിക്കണം. എന്താ മുത്തശ്ശൻ അങ്ങനെ ചോദിച്ചേ? അല്ല മുമ്പേ കണ്ടില്ല, ഇവിടെ പുറത്തു പോയെന്ന് പറഞ്ഞു. അത് ഞാൻ കല്യാണിയെ കാണാൻ വേണ്ടി പോയതെന്ന് പറയും. അല്ലാതെ പറയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ പ്രശ്നമാകത്തില്ലേ? ശരിയാ, ഇടയ്ക്ക് മോള് പോയി കല്യാണിയൊക്കെ കാണണമെന്ന് പറയാ. ഈ സമയം വസന്തരാമ പറഞ്ഞു, മോള് പോയതുകൊണ്ട് ഇവിടെ വാലിനെ തീ പിടിച്ച് നടക്കുമായിരുന്നു ഒരാളെന്ന് പറയാ. അതാരാ മുത്തശ്ശി? അതാരാ? ആദർശ. അല്ലാതെ ആരാന്ന് മുത്തശ്ശൻ പറയാ. ആദർശാണോ? അത് വെറുതെ തോന്നിയതാ. അല്ല മോളെ, സത്യമായിട്ടുള്ള കാര്യമാ. മോള് പോയപ്പോ മോളുടെ വീട്ടിലേക്ക് വരെ വിളിച്ചു നോക്കി അവിടെ എത്തിയോന്ന്. അവിടെ എത്തിയില്ലെന്ന് അറിഞ്ഞപ്പോ ആകെപ്പാ ടെൻഷൻ ആയിപ്പോ ഇയാൾക്ക്. ഇത് കേട്ട നയനയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അതേ പണ്ടത്തെ പോലെ ഒന്നുമല്ല, അവന് നിന്നോട് സ്നേഹമുണ്ട് മോളെ, പുറമെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട്, അത് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, മോളാണെങ്കിൽ വീട്ടിൽ പോയെന്ന് 2 ദിവസം അവനാണെങ്കിൽ ശരിക്കും ഉറങ്ങിയിട്ടും കൂടി ഇല്ലെന്ന് പറയാം. ശരിയാണ് മുത്തശ്ശി, അതേന്ന് പറയണേ. ഈ സമയം നയനം പറഞ്ഞു, ശരിയാ, വീട്ടിൽ പോയിരുന്നിട്ടാണെങ്കിൽ എനിക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റിയില്ലെന്ന് പറയാണ്. അതെന്താ മോളെ? അല്ല അത് പിന്നെ ഞാന് മാറി നിൽക്കുന്നോണ്ട് ബുദ്ധിമുട്ട്. രണ്ടുപേർക്കും അപ്പൊ ഉള്ള സ്നേഹം ഉണ്ടല്ലേ, അതങ്ങോട്ട് പുറമെ രണ്ടുപേരും പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രം എന്ന് പറയാം. ഈ സമയം നയന പറഞ്ഞു, എനിക്കൊരു ആദർശാണ് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന്, പക്ഷെ എനിക്കിപ്പോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ഇല്ല. നവ്യേച്ചിനെ കുറിച്ച് ശരിക്കും ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അതെന്താ മോളെ? അബി പഴയതുപോലെ ഒന്നും അല്ല, അബി സ്നേഹത്തോടൊന്നും അല്ല നവ്യേച്ചിട്ട് പെരുമാറുന്നത്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടി നവ്യേച്ചിനെ മൈൻഡ് ചെയ്യുന്ന പോലില്ല. നവ്യേച്ചിക്ക് അതിനകത്ത് നല്ല സങ്കടമുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അവന്റെ സ്വഭാവം അറിയാലോ, അവനെ നമ്മൾ ഉപദേശിച്ച് നേരെയാക്കിയിട്ട് കാര്യമില്ല. അവനാണെങ്കിൽ അവന്റെ തോന്നിയാസം നടക്കുന്നത്, അവന്റെ ജാതകത്തിൽ അങ്ങനെയാ, അവന്റെ ജാതക ദോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിനെയായിരുന്നു അവന് വേണ്ടത്. പിന്നെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ കണ്ടെത്തിയില്ലോ. കുറച്ചാൾ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ അവന് വേണ്ടി എന്തെങ്കിലും പൂജകളും വഴിപാടും നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അവൻ അവന്റെ തോന്നിയാസം അല്ലേ ജീവിക്കുന്നത്. അത് ഓർത്തിട്ട് ഈ മോള് വിഷമിക്കണ്ട കേട്ടോ. അവരുടെ ജീവിതം അവരായിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉന്തി മരം കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നന്നാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അവർ തന്നെ ജീവിക്കട്ടെ. മോൾ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന് പറയാം. ശരി മുത്തശ്ശാന്നും പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം കനക മുറ്റത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നേരെ കനകയുടെ അടുത്തേക്കാണ് നയന ചെല്ലുന്നത്. നയനെ കണ്ടപ്പം കനയിച്ച് എന്താ മുളഞ്ഞ് നിൽക്കുക. അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ അനിയും നന്ദുവും തമ്മിൽ എപ്പോഴാകുമ്പോൾ അടുത്തേ, എനിക്ക് ഓർത്തിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയാം. എൻ്റെ മോളെ, അനിമോന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നന്ദുലി മാറ്റമൊക്കെ കണ്ടു തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയാം. എന്നാലും എനിക്കത് നല്ല ടെൻഷൻ ഉണ്ടമ്മേ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഈ വീട്ടിൽ ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. മോള് ധൈര്യമായിട്ടിരിക്കുക.
ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, മോള് ഉപദേശിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. അനിയെ കണ്ടതും നയനെ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്, വിഷയം അങ്ങോട്ട് മാറ്റുകയാണ്. പക്ഷേ കനക കണ്ടില്ലായിരുന്നു. പെട്ടെന്ന് നയന പറഞ്ഞു, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ വിവാഹം നടത്താല്ലേന്ന് ചോദിക്കുക. കനക ചോദിച്ചു, എന്താ മോളെ നീ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ അനി അവിടെ നിപ്പുണ്ട്, അമ്മ ശ്രദ്ധിച്ചോ നിൽക്കും. ഓ മനസ്സിലായി മനസ്സിലായെന്ന് പറയണേ. പെട്ടെന്ന് കനികയും കൂടി ആ ഒപ്പം കൂടുകയാണ്. അത് ശരിയാ, അതെ കന്നിമാസം ഇത്, അടുത്തത് തുലാമാസം, തുലാമാസത്തിൽ നടത്തിയാൽ മതി. എന്തായാലും വന്ന ആലോചന കൊള്ളാല്ലേന്ന് ചോദിക്കണം. അതേമേ നല്ല ആലോചന തന്നെയാണ് വന്നേക്കുന്നത്, എത്രയും പെട്ടെന്ന് നടത്തണം. ഇനിയിപ്പം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവൾക്ക് പഠിക്കണം ജോലി വാങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പം അതൊന്നും നോക്കി നിൽക്കണ്ടമ്മേ, എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തി കൊടുക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് അനിയെ കാണുന്ന പോലെ അങ്ങോട്ട് ഭാവിക്കുന്നേ. അനിയോ, അനി എന്താ ഇവിടെ? അല്ല ഞാൻ വെറുതെ ഇങ്ങനെ വാ, എനിക്ക് അനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും. എന്താ ഏട്ടത്തി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. പിന്നീട് അങ്ങ് മാറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇത്രയൊന്നും അനിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. എന്താ ഏട്ടത്തി? നന്ദുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. "ഏ, അതെ ഏട്ടത്തി, ഞാൻ നേരത്തെ പറയണമെന്ന് ഓർത്താ, പക്ഷെ എങ്കില് ഏട്ടത്തി എന്ത് വിചാരിക്കുന്നു കരുതി ഞാൻ പറയായിരുന്നേ. പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ലെന്ന് പറയാ. അതെ അനി എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നന്ദുവിന്റെ മൂഡ് ഓഫിനെ കുറിച്ച് ഞാൻ അവളോട് കുറെ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴല്ലേ ഞാൻ ആ കാര്യങ്ങളൊക്കെ അറിയുന്നേ. അനിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് അനിയുടെ കല്യാണമാണ്. എന്നിട്ടും ഇപ്പം നന്ദുവിനെ മനസ്സിലിട്ടാണ് നടക്കുന്നതെന്ന്. നന്ദുവിന് ആകെപ്പാട് ഷോക്കായിപ്പോയത് എന്താണെന്നറിയാവോ? അവൾ മൂഡ് ഓഫ് ആയിപ്പോയത്. അനി നന്ദുവിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ടാ. അവൾക്ക് പക്ഷെ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അതിനോട് തുറന്നു പറയുകയും ചെയ്തു. നിന്നോട് ഇഷ്ടമൊന്നും ഇല്ല നീ, അല്ല അത് നീ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ഓർത്തിട്ട് അവളിങ്ങനെ ടെൻഷൻ അടിച്ച് നടന്നേന്ന് പറയാം. ഇത് കേട്ടോ അനിയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അല്ല ഏട്ടത്തി, ഞാൻ പറഞ്ഞല്ലോ, ഇനി നന്ദുവിനെ കുറിച്ച് ഓർത്തിട്ട് അനി ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം, അനാമിക മാത്രമായിരിക്കണം മനസ്സിൽ. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു കാരണവശാൽ അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും പോവരുത്. അവളുടെ മനസ്സിൽ നീ ഇല്ല, നിന്നെ വെറുതെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നേ എന്ന് പറഞ്ഞ് അനാമിക അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.